ആഹാ, ആരിത്? നമ്മുടെ പണിക്കരാ. എവിടെങ്കിലും കണക്ക് നോക്കാൻ പോയിട്ട് കണക്കിന് കിട്ടി തോന്നുന്നു. കയ്യും കാലൊക്കെ ആകെ ഇതായുണ്ടല്ലോ. ദാസനോ താനെന്താ എന്നെ കളിയാക്കുക? ഇതിന്റെ കാര്യമൊന്നും പറയണ്ട ദാസ. തലയിലുണ്ടല്ലോ പണിക്കരെ കെട്ട്. എന്താ പറ്റി? ഒന്നും പറയണ്ട ദാസപ്പാ, ഒരു ഇല വന്ന് വീണതാ തലയില്. ഒരില വന്ന് വീണിട്ട് ഇത്രയും വലിയ പരിക്കോ? എന്ത് ഇലയാണിപ്പത്? കണക്ക് നോക്കാനേ പടിഞ്ഞാട്ടുന്ന ഒരു കൂട്ടര് വന്നേന്നു. അപ്പോൾ മുറ്റത്തിരുന്ന് നോക്കാച്ചിട്ട് കസാര ഇട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. അവിടെ ഇരുന്ന് കണക്ക് നോക്കിയിരുന്നു. അപ്പോളാ പണി പറ്റിച്ചേ. എന്നാലും പണിക്കരെ, നിങ്ങളെ തലയിൽ വീണ എന്ത് ഇലയാണ്? തെങ്ങിന്റെ ഇലയാടാ തലയിൽ വന്ന് വീണത്. തെങ്ങ് ചതിക്കൂല, തേങ്ങ ചതിക്കൂല. തേങ്ങ വീണാരും മരിച്ചിട്ടില്ലെന്നല്ലേ ചൊല്ല്. തെങ്ങ് ചതിക്കില്ല, ചാത്തക്കും ഇതേപോലെ. ദാസപ്പാ, ആ പഴന്തിനുണ്ടാക്കിയല്ലേ അവരൊക്കെ തേങ്ങ ചാടി ചാവൂടാ. അല്ല പണിക്കരാ, ഈ തേങ്ങയും പട്ടയും വീണ ആ സമയം നോക്കിയിട്ട് പണിക്കർക്കൊന്നും അങ്ങോട്ട് മാറിയാ പോരായിരുന്നില്ലേ? പണിക്കര് സമയം നോക്കണ ആളല്ലേ? താൻ കളിയാക്കുക? സമയദോഷടോ, അല്ലാണ്ട് എന്താ പറയാ. പണിക്കരെ, ഞാൻ ഇവിടെ വന്നാലേ എൻ്റെ സമയം ചിലപ്പം ആകെ മോശമാവും. തോണിക്കാർ ഇവിടെ വരാറാണ്. ഞാൻ അവിടെ കരയ്ക്ക് പോവാട്ടോ. ആ ദാസപ്പാ, അവിടെ നിൽക്കുക. തന്നോടൊരു കാര്യം ചോദിക്കാൻ വിട്ടു. അല്ല പണിക്കരെ, എന്താണ്? തൻ്റെ കല്യാണക്കാരി എന്തായി? അതറിയാൻ വേണ്ടി നിന്നതാ. ഒന്നും ശരിയാവണില്ല പണിക്കരെ. ജാതകം ആണെങ്കിലോ തീരെ ശരിയാവണില്ല. തനിക്കൊക്കെ എങ്ങനെ ശരിയാവുക? തനിക്ക് മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ലല്ലോ. താൻ പരിഹസിക്കല്ലേ? അപ്പൊ തൻ്റെ കാര്യം ഇങ്ങനെ തന്നെ പോയില്ല. പണിക്കരെ, നിങ്ങളെ തലയിലേ ഇലല്ല വീഴുന്നുണ്ട്, കൊലയാണ് വീഴുന്നുണ്ട്. കൊല. ആ താ ഇപ്പൊ പോയിക്കോ. താനാണ് ഈ ദേശത്തെ പണിക്കര്. തൻ്റെയൊക്കെ ഭൂതവും ഭാവിയും ജാതകമൊക്കെ എൻ്റെ കയ്യിലാ. കാട്ടി തരണ്ടിയാണ്.